വാർത്തകളിലേക്ക് വിശദമായി പി ജയരാജൻ, ടി വി രാജേഷ് തുടങ്ങിയ CPM നേതാക്കന്മാരെ ആക്രമിച്ച കേസിൽ പ്രതികളായ ലീഗ് പ്രവർത്തകരെ വെറുതെ വിട്ടു. കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, കേസിൽ ഉൾപ്പെട്ട 12 പേരെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത്? മതിയായ തെളിവുകളില്ല എന്ന് കണ്ടെത്തിയാണ് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളത്. അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി രാജീവൻ വാച്ചാൽ ആണ് ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. 2012 ഫെബ്രുവരി 20-നാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് ഈ സംഘർഷത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ CPIM പ്രവർത്തകരെ സന്ദർശിക്കാൻ പട്ടുവത്തെത്തിയ CPM-ന്റെ അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, അതുപോലെ കല്യാശ്ശേരി MLA ടി വി രാജേഷ് എന്നിവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. അത് സംബന്ധിച്ചാണ് ഈ കേസ് നിലവിൽ വന്നത്. പിന്നീട് അതിനുശേഷമാണ് ഈ സുക്കൂർ വധം നടക്കുന്നത്. അത് ഈ ആക്രമണത്തിന്റെ പ്രതികാരമായി ചെയ്തത് എന്നാണ് പോലീസ് കേസ്. ഏതായാലും ഈ ലീഗ് പ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുള്ള ഈ കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. CPM നേതാക്കൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. അതോടൊപ്പം തന്നെ വധശ്രമം, വാഹനം നശിപ്പിക്കൽ, ആയുധം ഉപയോഗിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. അതായത് സെക്ഷൻ 143, 47, 148, 324, 427, 308 തുടങ്ങിയ വകുപ്പുകൾ, വധശ്രമം ഉൾപ്പെടെയുള്ള 308 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിന്റെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഈ പ്രതികൾ കുറ്റക്കാരല്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ആവശ്യമായ തെളിവുകളില്ല എന്ന് കണ്ടെത്തി പ്രതികളെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. മനു, ഇനിയിപ്പോൾ ഈ കോടതി വിധിക്കെതിരെ മേൽക്കോടതികളെ സമീപിക്കാൻ തന്നെ ആയിരിക്കുമോ നീക്കം? ഇവിടെ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? പ്രോസിക്യൂഷൻ അതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് പിന്നീടായിരിക്കും തീരുമാനിക്കുക. തുടർന്ന് എന്ത് നടപടി സ്വീകരിക്കണം, മേൽക്കോടതി സമീപിക്കണോ എന്ന കാര്യം പ്രോസിക്യൂഷൻ ഉയർന്ന ജില്ലാ പ്രോസിക്യൂട്ടറുമൊക്കെയായി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. തൽക്കാലം ഇപ്പോൾ ഈ വിധി ഇങ്ങനെ വന്നിരിക്കുന്നു. ഇതിന്റെ തുടർ നടപടികളെ കുറിച്ച് മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെ വരും എന്നെല്ലാം ഗൗരവം ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഈ ലീഗ് പ്രവർത്തകർ കുറ്റക്കാരല്ല എന്ന തരത്തിലാണ് കോടതി വിധി പുറത്തു വന്നിട്ടുള്ളത്. മനു, 2012-ലാണ് കണ്ണൂർ അരിയിൽ ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ ഒരു നാൾ വഴി ഒന്ന് പരിശോധിച്ചാൽ ഇത്രയധികം കാലം എടുത്തിട്ടുണ്ട്. അതിനിടയിൽ വേണ്ടത്ര തെളിവുകളോ ഒന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ലേ? അതൊന്ന് വിവരിക്കാമോ? സ്വാഭാവികമായി 2012 ഫെബ്രുവരി 20-നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് ഈ കണ്ണപുരം കീഴറയിൽ വള്ളുവൻ കടവിനടുത്ത് വെച്ചാണ് ഈ ഷുക്കൂർ കൊലപാതക നടക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായി നടന്ന ഒരു സംഭവമാണിത്. പട്ടുവം ഈ അരിയൽ പ്രദേശത്ത് ഉണ്ടായ അന്നത്തെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളുടെ ഭാഗമായാണ് ഈ CPM പ്രവർത്തകർ അതിഗുരുതരമായി പരിക്കേറ്റത്. അതിനെ തുടർന്നാണ് ഇവർ അങ്ങോട്ട് സഞ്ചരിക്കുകയും ചെയ്തത്. അപ്പോൾ ആ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അത് സംബന്ധിച്ചാണ് പോലീസ് അന്ന് അന്വേഷണം നടത്തുകയും അതിൽ 12 പേർക്കോളം അതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും ഇവർ 12 പേർക്കും ഈ കേസിൽ പങ്കുണ്ട് എന്ന്, അല്ലെങ്കിൽ അവരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് സംശയാതീതമായി തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ കോടതി വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. വിധിയുടെ പകർപ്പ് വരുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് കോടതി ഇത് പരാജയം കണ്ടെത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാകും. ഏതായാലും ഇപ്പോൾ കോടതി തന്നിട്ടുള്ളത് വലിയ തോതിൽ പൊതുജന ശ്രദ്ധ ആകർഷിച്ച ഒരു കേസിൽ പ്രതികൾ കുറ്റക്കാരല്ല എന്നൊരു നിലപാട് കോടതി എടുത്തിരിക്കുന്നു. ഇത് അരിയിൽ ഷുക്കൂറിന്റെ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ രാഷ്ട്രീയ മാനങ്ങളുമുണ്ട്. കാരണം ഈ ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ ഷുക്കൂർ കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അപ്പോൾ ആ കേസും ആയും ഇതിനും ഒരു അഭേദ്യമായ ഒരു ബന്ധവും ഉണ്ട്. ഇതിന്റെ തുടർന്ന് രാഷ്ട്രീയമായൊക്കെ വലിയ പ്രാധാന്യമുള്ള വിഷയമായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പി ജയരാജൻ ആക്രമിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിലുള്ള ഒരു അപ്രമാദിത്വം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ആക്രമണമാണ്. അത് LDF സർക്കാരായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. തുടക്കത്തിൽ പോലീസ് അന്വേഷണത്തിൽ പാകപ്പിഴകൾ ഉണ്ടായോ? എന്തുകൊണ്ടാണിത് ഈ പ്രതികളെ കോടതിക്ക് മുന്നിൽ എത്തിച്ച് ശിക്ഷ വാങ്ങുന്നതിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ?
അല്ല, അത് സ്വാഭാവികമായും പോലീസ് കണ്ടെടുത്ത ചില തെളിവുകളും കാര്യങ്ങളും കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ്. പക്ഷെ അത് ഈ കുറ്റം തെളിയിക്കാൻ മാത്രം ഉതകുന്നതാണോ എന്നതാണ് കോടതി പരിശോധിക്കുക. ആക്രമിക്കപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഈ പ്രതികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ, അവർക്ക് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനായി എന്തെങ്കിലും തെളിവുകൾ കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടുന്ന തരത്തിലുണ്ടായിരുന്നോ, അത്തരത്തിൽ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം കോടതി പരിശോധിക്കും. കാരണം ഇത്തരം ഒരു സംഭവം വരുമ്പോൾ ഇതിന് ഹാജരാക്കിയിട്ടുള്ള സാക്ഷികളുടെ മൊഴി കോടതി പരിശോധിക്കും. അപ്പൊ ആ മൊഴികൾ എത്രമാത്രം കോടതിക്ക് വിശ്വാസം യോഗ്യമായി എന്നത് ഒരു പ്രധാന ഘടകമാണ്. കാരണം അതിന്റെ സ്വാഭാവികമായ ഒരു ഇത്തരം ഒരു ക്രിമിനൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസ് വരുമ്പോൾ സ്വാഭാവികമായും ആ ഡിഫൻസ് ആ സാക്ഷികൾക്ക് ക്രോസ് ചെയ്യും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഈ സാക്ഷികൾക്ക് സംശയാതീതമായി ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ദൃക്സാക്ഷികളായിരുന്നു, അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന തരത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പലതരം വീഴ്ചകൾ ഉണ്ടാകണം. അതൊക്കെ ഇനി വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടുകൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ സംഭവം നടന്ന ഏതാണ്ട് 9 വർഷം കഴിയുമ്പോഴാണ് ഇതിൽ കേസിൽ വിധി വരുന്നതെങ്കിൽ പോലും ഈ രാഷ്ട്രീയമായി ഇതിന്റെ വിധി നടപ്പാക്കി കഴിഞ്ഞ കേസായാണ് കരുതുന്നത്. ഷുക്കൂർ വധം അതുമായി ബന്ധപ്പെട്ടതെന്ന് കരുതുന്നു. ഇപ്പോൾ 12 മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് കേസിൽ കുറ്റക്കാരല്ല എന്ന് കണ്ട് വെറുതെ വിടുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായും കണ്ണൂരിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ ഷുക്കൂർ വധം. അത് ഇന്നും കേരള രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിലും വലിയ തോതിൽ തെരഞ്ഞെടുപ്പുകളിലും അനുബന്ധമായ തർക്കങ്ങളിലുമൊക്കെ തന്നെ ഈ വിഷയങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നു. അക്രമ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായുള്ള എല്ലാ പ്രതിവാദങ്ങളിലുമൊക്കെ അതുപോലെ തന്നെ രാഷ്ട്രീയ നീക്കങ്ങളിലുമൊക്കെ ഈ കേസുകൾ വലിയ തോതിൽ ചർച്ചയാകുന്നു. ഏതായാലും ഇവർ അന്ന് ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പി ജയരാജനും അതുപോലെ ടി.വി. രാജേഷും തളിപ്പറമ്പ് ആശുപത്രിയിലെ സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിക്കപ്പെട്ടത്. അവിടുത്തെ മുറിയിലിരിക്കെയാണ് അവർ ഈ ഷുക്കൂറിനെ കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ കൈമാറിയത് എന്നൊക്കെ തരത്തിലാണ് ഈ കേസ് വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് ഇവിടെ കോടതി ഇതിൽ പരിശോധിക്കുന്നത് ഈ 12 പ്രതികൾക്ക് ഈ ആക്രമണത്തിൽ പങ്കുണ്ടായിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 308 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ഈ 12 പ്രതികൾക്ക് ഈ കേസിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമാണ് കോടതി പരിശോധിക്കുന്നത്. സ്വാഭാവികമായി അക്രമത്തിൽ പരിക്കേറ്റ് അവർ ആശുപത്രിയിലെത്തുകയും തളിപ്പറമ്പ് ആശുപത്രിയിൽ ചികിത്സ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി, മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസിൽ കൂടിയാണ് കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. 12 പ്രതികളെയും തെളിവുകളില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. ഇതിൽ കേസിൽ കോടതിയിലെ ഇന്നത്തെ നടപടികളുടെ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ പി ജയരാജൻ നമ്മളോട് പ്രതികരിച്ചത്. വിധി പകർപ്പ് കണ്ടതിന് ശേഷം പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. ഉത്ര കൊലക്കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഭർത്താവ് സൂരജിന് പാമ്പുകളെ കൈകാര്യം ചെയ്ത് പരിചയമുണ്ട് എന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. സൂരജ് പാമ്പുമായി നിൽക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അടൂരിലെ സൂരജിന്റെ വീട്ടിൽ നിന്നുള്ളതാണ് ദൃശ്യം. പാമ്പ് പിടുത്തക്കാരൻ സുരേഷും ഒപ്പമുണ്ട്. പിന്നെ ഇത് കണക്ക് അദ്ദേഹത്തിന് ഒരുപാട് പറമ്പുകൾ, വീട്ടിൽ കോഴി, അങ്ങനെ ആട്, ഒരു കർഷക കുടുംബന്മാർ, നല്ലൊരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ്. അദ്ദേഹത്തിന് ഒരു അണലി ഉണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ അവിടെ വന്ന് നോക്കിയതിനു ശേഷം അതിനെ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ക്രൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു പാമ്പിനെ അദ്ദേഹത്തിന് കൊടുക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നാഗദൈവങ്ങളോട് അദ്ദേഹത്തിന് ഒരു ആരാധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഞാൻ ഇതിനെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ച്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി ഇതിൻ്റെ ഈ പാമ്പുകളുടെ സ്കിന്നിൻ്റെ ദേഹത്ത് തണുപ്പാണെന്നും അതിനെപ്പറ്റി ഒരു ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് ചെയ്യാൻ വേണ്ടി മൂർഖൻ പാമ്പിനെ ഒന്ന് കൊണ്ടുവരേണ്ടതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മൂർഖൻ പാമ്പിനെ കൊണ്ടുവന്നാൽ വീട്ടിലെ അമ്മയും സഹോദരങ്ങളും അച്ഛനും ഒക്കെ ഉണ്ട്, കാര്യം അതൊക്കെ ഒരു ഭയം ഉണ്ടാവും. അതുകൊണ്ട് ഈ സാധുവായ ഈ ജീവി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. അല്ല, ഞാൻ തിരിച്ച് 5 വനം വകുപ്പിൻ്റെ അവരുടെ ഷെഡ്യൂളിൽപ്പെട്ട് അവരുടെ ഡീറ്റെയിൽസ് എടുത്ത സാധനത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഐശ്വര്യത്തോടു കൂടിയാണ് ഇനി മേടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ തെളിവായി കോടതിയിൽ നൽകിയിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പാമ്പിനെ സൂരജ് കൈകാര്യം ചെയ്തതിൻ്റെ കൂടുതൽ തെളിവുകളാണ് വന്നിരിക്കുന്നത്. ഇത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ സൂരജിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിൽ നിർണായകമായ തെളിവുകൾ തന്നെയാണ് ഈ പുറത്തു വരുന്നത്. ഇത് ഈ പാമ്പ് പിടുത്തക്കാരൻ ചിത്രീകരിച്ചതാണോ? എന്താണ് ഈ ദൃശ്യം
ഇതേക്കുറിച്ച് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ. രേണുക, സൂരജ് പാമ്പുമായി നിൽക്കുന്ന ഫോട്ടോ ഇന്നലെ തന്നെ നമ്മൾ പുറത്തു വിട്ടിരുന്നു. ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സൂരജിന് പാമ്പുകളെ കൈകാര്യം ചെയ്ത് പരിചയമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പ്രോസിക്യൂഷൻ ഇക്കാര്യം കൃത്യമായി കോടതിയിൽ ഉന്നയിച്ചിരുന്ന കാര്യമാണ്. ഇതിൽ പറയുന്നത് സൂരജ് മൂർഖൻ പാമ്പിനെയാണ് ആദ്യം ആവശ്യപ്പെട്ടതെന്നാണ്. അത് നൽകാൻ കഴിഞ്ഞില്ല എന്ന് പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നു. അണലിപ്പാമ്പാണ് ഉത്രയെ ആദ്യം കടിക്കുന്നത്. ഇത് സൂരജിന്റെ അടൂരിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ്. ആദ്യം സൂരജിന് ലഭിച്ചത് അണലിപ്പാമ്പാണ്. ഉത്രയെ ആദ്യം കടിച്ചതും അണലിപ്പാമ്പാണ്. അതും അടൂരിലെ വീട്ടിൽ വെച്ചാണ് ഈ പാമ്പ് കടി ഏൽക്കുന്നത്. ആ പാമ്പ് കടിയിൽ ഉത്ര മരിക്കുന്നില്ല. അതിനുശേഷം സൂരജ് ആവശ്യപ്പെട്ട പ്രകാരം എന്ന് തന്നെ നമുക്ക് കരുതാം, രണ്ടാമത്തെ മൂർഖൻ പാമ്പിനെ സുരേഷ് നൽകുന്നു. ഉത്രയുടെ വീട്ടിൽ വെച്ച് ആ പാമ്പ് ഉത്രയെ കടിക്കുന്നു. ഉത്രയുടെ മരണം സംഭവിക്കുന്നു. കൃത്യമായി കൊലപാതകം ആസൂത്രണം ചെയ്തു എന്ന പ്രോസിക്യൂഷൻ വാദം തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. നാളെ ശിക്ഷാവിധി എന്തെന്ന് കോടതി പറയാനിരിക്കുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും സൂരജ് 2 തവണയായി തന്നിൽ നിന്ന് പാമ്പിനെ വാങ്ങി എന്ന മൊഴി അന്വേഷണ സംഘത്തിന് പാമ്പ് പിടുത്തക്കാരൻ നൽകിയിരുന്നു. ഇത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചു. ആകട്ടെ മാപ്പ് സാക്ഷിയുമാണ്. 2 പ്രതികൾ എന്നുള്ള നിലയ്ക്ക് ആദ്യം അന്വേഷണ സംഘം തീരുമാനിച്ചെങ്കിലും പാമ്പുകളെ കൈമാറി എന്ന സുരേഷിന്റെ മൊഴി മാപ്പ് സാക്ഷി എന്ന നിലയിൽ സൂരജിനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. ഏതായിരുന്നാലും നാളെ ഈ കേസിൽ ശിക്ഷാവിധി വരാനിരിക്കെയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കുട്ടികളിലെ കോവിഡ് വാക്സിനേഷന് അനുമതി. ഡ്രഗ് റെഗുലേറ്ററി സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റിയാണ് കോവാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അന്തിമാനുമതി ലഭിച്ചാൽ 2 മുതൽ 18 വയസ്സുവരെയുള്ളവർക്ക് കോവാക്സിൻ നൽകി തുടങ്ങും. രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 96 കോടിയോട് അടുക്കുമ്പോഴാണ് ഡ്രഗ് റെഗുലേറ്ററി സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർണായക തീരുമാനം. 2 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോവാക്സിൻ പ്രതിരോധ കുത്തിവയ്പ്പിനാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. നേരത്തെ കുട്ടികളിൽ നടത്തിയ 2ഉം 3ഉം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ കോവാക്സിൻ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. പ്രായത്തിനനുസരിച്ച് 3 വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു പരീക്ഷണം. 12 മുതൽ 18 വയസ്സുവരെയുള്ളവരിലായിരുന്നു ആദ്യ പരീക്ഷണം. പിന്നീട് 6 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളിലും 2 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളിലും വാക്സിൻ ഫലപ്രദമെന്ന് കണ്ടെത്തി. മുതിർന്നവരിലേതിന് സമാനമായ രീതിയിൽ കുട്ടികളിലും വാക്സിൻ പ്രതിരോധശേഷി സൃഷ്ടിക്കുന്നതായാണ് പരീക്ഷണങ്ങളിൽ വ്യക്തമായത്. കുട്ടികളിലെ ഉപയോഗത്തിന് ശുപാർശ ചെയ്യപ്പെടുന്ന ആദ്യ വാക്സിനാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കോവാക്സിൻ. സൈക്കോ ഡി, ഫൈസർ അടക്കമുള്ള വാക്സിനുകളും കുട്ടികളിലെ ഉപയോഗത്തിന് അനുമതി തേടിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് എനിക്ക് എന്തായാലും എല്ലാ ആഴ്ചയും ഒക്കെ ഇവിടെ വരേണ്ടി വരുന്നില്ലല്ലോ. അപ്പം ഞാൻ എയർപോർട്ടിനെ ഉപയോഗിക്കുന്നത് കാണുകയും ചെയ്യും. ഒരു കാര്യം അവരൊന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി, എൻ്റെ അധ്യക്ഷത്തിൽ ഒരു എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി അതിൽ ജനപ്രതിനിധികൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സർക്കാരിൻ്റെ വഴിക്ക് സ്ഥാപിച്ച ഒരു കമ്മിറ്റിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ എയർപോർട്ട് മാനേജറിനൊക്കെ അക്കൗണ്ടബിലിറ്റി ആയിട്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കാര്യങ്ങൾ നടത്തിയത്. അത് അഡാനി എയർപോർട്ടുകാർ സമ്മതിച്ചു, അവർ കണ്ടിന്യൂ അവർ തുടരും. എന്നിട്ട് അവരുടെ ഈ ഇതിലും MP-മാർ ചോദിക്കുന്നതും ജനപ്രതിനിധികൾ പറഞ്ഞാൽ ഇലക്ഷൻ എടുത്ത് മാത്രമല്ല, വേറെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു പ്രതിനിധിയോ അല്ലെങ്കിൽ എയർപോർട്ട് കാർഗോ അയക്കുന്ന ആൾക്കാരുടെ പ്രതിനിധികളോ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ഈ എയർപോർട്ടിനെ നന്നായി നടത്തണം എന്നാണ് നമ്മളുടെ ഉദ്ദേശം. അത് നമ്മൾ ചെയ്യും. അപ്പോൾ അഥവാ നമ്മൾ സാറ്റിസ്ഫാക്ടറി പെർഫോം ചെയ്തിട്ടില്ല, നമ്മൾ അവർ നേരിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അവർക്കും ഒരു മോശം പബ്ലിസിറ്റി വേണ്ടല്ലോ. ഈ വിഴിഞ്ഞം തുറമുഖൽ അവരിത്ര ലേറ്റായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് നല്ലൊരു ഒരു ദുഷ്പേര് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യം എയർപോർട്ടിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവർക്കാണ് നഷ്ടം. അതുകൊണ്ട് എനിക്ക് ഒരു വലിയ സംശയമില്ല, അവർ ദിൽ മേക്ക് ദ ബെസ്റ്റ് എഫർട്ട്. ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ദുരിതം പെയ്തിറങ്ങുന്നു.
സംസ്ഥാനത്ത് ശക്തമായ മഴയിലും മണ്ണിടിച്ചിലിലും 3 മരണം. മലപ്പുറത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കുട്ടികളും കൊല്ലത്ത് തോട്ടിൽ വീണ് വയോധികനുമാണ് മരിച്ചത്. ഡാമുകൾ തുറന്നതിനെ തുടർന്ന് പെരിയാർ, പമ്പ, ചാലിയാർ, അച്ചൻകോവിലാർ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടാണ്. ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ മുണ്ടാട്ടുപാടത്ത് മുഹമ്മദ് കുട്ടിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. ഉറങ്ങുകയായിരുന്ന ലിയാനയുടെയും ലുബാനയുടെയും മുകളിലേക്കാണ് മണ്ണ് പതിച്ചത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 9 വയസ്സുകാരി ലിയാനയ്ക്കും 7 മാസം പ്രായമുള്ള ലുബാനയ്ക്കുമാണ് മണ്ണിടിഞ്ഞ് ദാരുണാന്ത്യം. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗം തകർന്നു. ഉറങ്ങുന്ന കുട്ടികളുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സുമയ്യയുടെയും അബൂബക്കറിന്റെയും മക്കളാണ്. നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. 2 കുട്ടികളെയും അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലെ മറ്റുള്ളവർ പ്രഭാത പ്രാർത്ഥനയ്ക്കും മറ്റുമായി നേരത്തെ എഴുന്നേറ്റതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. മുകളിലൊരു വീട് എടുക്കുന്നുണ്ട്, അതിന് നേരെ അടിയിലാണ് ഈ പെര. അതിന്റെ അങ്ങോട്ട് വെള്ളം ഇറങ്ങിയാണ്ട് നേരെ ആ തറയും കൂട്ടിയാണ്ടാണ് ഈ വരമ്പത്തെ റൂമിക്ക് വന്നത്. അപകടം നടന്ന വീടിന്റെ മുകളിലുള്ള പറമ്പിൽ സുമയ്യയുടെ പുതിയ വീടിന്റെ ജോലി നടക്കുന്നുണ്ട്. അവിടെ നിർമ്മിച്ച മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം. മണ്ണും കോൺക്രീറ്റ് മതിലും ഇടിഞ്ഞു വീണതോടെയാണ് താഴെയുള്ള വീടിന്റെ ഒരു ഭാഗം തകർന്നത്. ന്യൂസ് 18 മലപ്പുറം. അഭിനയ കൊടുമുടിക്ക് വിട. അതുല്യ പ്രതിഭ നെടുമുടി വേണുവിന് സാംസ്കാരിക കേരളം വിടചൊല്ലി. ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തികവാടത്തിലാണ് സംസ്കാരം നടന്നത്. രാവിലെ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളും ചലച്ചിത്ര പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. സാഹിത്യത്തെയും സംഗീതത്തെ ഉപാസിച്ച അതുല്യ നടന് ആദരവിന്റെ കൊടുമുടിയിൽ നിന്ന് മലയാളം വിട നൽകി. ഉച്ചയ്ക്ക് തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. രാവിലെ 10:30 അയ്യങ്കാളി ഹാളിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആരാധകരും സുഹൃത്തുക്കളുമായി നൂറുകണക്കിന് പേർ എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ MP രാജേഷ്, മന്ത്രിമാർ എന്നിവർ അടക്കം നിരവധി ജനപ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രമുഖ നടീനടന്മാരടക്കമുള്ള ചലച്ചിത്ര പ്രവർത്തകർ കണ്ണീരണിഞ്ഞാണ് പ്രിയ കലാകാരന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. കാവാലം ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഗീതാർച്ചന നടത്തിയാണ് ആദരവർപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംവിധായകൻ അലി അക്ബർ BJP സംസ്ഥാന സമിതി അംഗത്വം രാജിവെച്ചു. എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞെന്നും പക്ഷങ്ങളില്ലാതെ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗത്വം മാത്രമാണ് രാജിവെച്ചതെന്നും BJP അംഗത്വം തുടരുമെന്നും അലി അക്ബർ പിന്നീട് വിശദീകരിച്ചു. സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്ന് AK നസീറിനെ ഒഴിവാക്കിയതിൽ വേദനയുണ്ട്. ആ വേദന ഉൾക്കൊണ്ടാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പം കഴിയില്ല എനിക്ക്, അതുകൊണ്ട് രാജിവെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ കമ്മിറ്റിയോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല. M നസീറിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഒരു നല്ല സമയം എടുക്കായിരുന്നു. കാരണം 10-22 വർഷമായിട്ട് പാർട്ടിയോടുകൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതല്ലെങ്കിൽ ഞങ്ങൾ അറിയണമായിരുന്നു അത്ര വലിയ തെറ്റ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയണം. അത് M നസീറിൻ്റെ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ, കാരണം അത് അങ്ങനൊരു കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് പാർട്ടിയുടെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നുള്ള ഒരു പരസ്യ പ്രതിഷേധമാണ് സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ട് അലി അക്ബർ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലനം എന്തായിരിക്കും?
രേണുക, സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ എം നസീറിനെ കഴിഞ്ഞ ദിവസം നടന്ന പുനഃസംഘടനയിൽ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അദ്ദേഹം ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് അത്തരത്തിൽ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെക്കുന്നതെന്ന് ഇപ്പോൾ അലി അക്ബർ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് അറിയിച്ചിട്ടുള്ളത്. അതായത് രേണുക സൂചിപ്പിച്ചതുപോലെ പരസ്യ പ്രതിഷേധം ആദ്യമായി അല്ലെങ്കിൽ ആ തരത്തിൽ ഉയരുന്ന സാഹചര്യം ബി.ജെ.പിയിൽ നിലവിൽ തന്നെ കെ സുരേന്ദ്രൻ പക്ഷത്തിനെതിരെ മറുവിഭാഗം പ്രത്യേകിച്ചും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തിയും അസ്വസ്ഥതയും ഉയർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പരസ്യ പ്രതികരണം എന്ന നിലയിൽ ബി.ജെ.പിയിൽ ആ തരത്തിലുള്ള ഒരു പ്രതിഫലനം അലി അക്ബറിന്റെ രാജി ഉണ്ടാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബി.ജെ.പി. ഭാരവാഹിത്വം അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്വം മാത്രമാണ് രാജിവെച്ചത്. പാർട്ടി അംഗത്വം തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ തന്റെ വിയോജിപ്പും വിമർശനവും അറിയിക്കുക എന്നുള്ളതാണ് രാജിയിലൂടെ അലി അക്ബർ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.